ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് യൂട്യൂബ് ചാനൽ കൂടെ എൻ്റെ ശബ്ദം കേൾക്കുന്നവരായിരിക്കുന്ന എല്ലാവർക്കും വരായിരിക്കുന്ന യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ എന്ത് പറയണമെന്ന് ദൈവത്തോട് ചോദിച്ചപ്പോൾ അവൻ എന്നെ പഠിപ്പിച്ചൊരു വചനവും ഇന്ന് പകൽക്കാലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബൈബിളുള്ളവർക്ക് എടുക്കാം. മത്തായി എഴുതിയ സുവിശേഷം 14:31. മത്തായി എഴുതിയ സുവിശേഷം 14:31 വചനം ഞാൻ വായിക്കാം. വചനം ഇങ്ങനെയായിരുന്നു: യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്നവനോട് പറഞ്ഞു. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് വചനം തരുന്നപ്പാ, എനിക്ക് പ്രയോജനപ്പെട്ടതുപോലെ കേൾക്കുന്ന ഓരോരുത്തർക്കും ഈ വചനം പ്രയോജനപ്പെടുന്നതെന്ന് നന്ദി അപ്പാ. ഇന്ന് ഈ വചനം എൻ്റെ ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവന്നതിന് നന്ദി. കേൾക്കുന്ന എല്ലാവർക്കും ഈ വചനം കൊണ്ടൊരു മാറ്റം നീ നൽകുന്നതിനായി നന്ദി. പ്രാർത്ഥന കേട്ട സ്വസ്ഥ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം ദൈവം തൻ്റെ ശിഷ്യന്മാരിൽ ഒരാളിനെ നോക്കി വിളിക്കുന്ന ഒരു പേരാണ് അല്പവിശ്വാസി എന്ന്. വിശ്വാസി എന്ന് വിളിക്കേണ്ട അടുത്ത് അല്പവിശ്വാസി എന്ന് വിളിക്കാനുള്ള കാരണം എന്ത്? നമുക്ക് ആദ്യം അല്പവിശ്വാസി എന്ന വാക്കിൻ്റെ അർത്ഥം നോക്കാം. അല്പവിശ്വാസി എന്ന വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് പറയുന്നത്: വിശ്വാസം കുറയപ്പെട്ടവൻ എന്ന് വെച്ചാൽ പൂർണ്ണ വിശ്വാസമല്ല, പകുതി വിശ്വാസം അല്ലെങ്കിൽ കുറച്ച് വിശ്വാസം എന്ന് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ കൂടി വേണമെങ്കിൽ പറയാം: വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തത്, വിശ്വാസത്തിൽ സ്ഥിരതയില്ലാത്തത് എന്നൊക്കെയാണ് ഈ അല്പവിശ്വാസി എന്ന വാക്കിൻ്റെ അർത്ഥം. ദൈവം തൻ്റെ ശിഷ്യന്മാരിൽ ഒരാളിനെ നോക്കി വിളിക്കുന്ന ഒരു പേര് അല്പവിശ്വാസി എന്ന്. എന്തുകൊണ്ടാണ് ഇവിടെ അല്പവിശ്വാസി എന്ന് ദൈവം വിളിച്ചു? ദൈവം ഈ പേരാണോ നിന്നെയും എന്നെയും വിളിക്കുന്നത്? ഈ പേര് മാറ്റാൻ, അല്ലെങ്കിൽ ഈ പേര് നമ്മളിൽ നിന്നും മാറ്റി വിശ്വാസിയാവാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ചാണ് കുറച്ചു നേരം ഞാൻ പറയുവാൻ ആഗ്രഹിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പ്രയോജനപ്പെടുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. നോക്കാം, ഇത് എവിടെ നടക്കുന്ന സംഭവം നോക്കി. ഇതൊരു ഗലീല എന്ന കടലിൽ നടക്കുന്ന ഒരു സംഭവമാണ്. നമുക്കിത് കാണാൻ പറ്റും. സംഭവം ഇത്ര മാത്രമാണ്. തൻ്റെ ശിഷ്യന്മാരോട് ദൈവം പറഞ്ഞു, നിങ്ങൾ പടകിൽ കയറി അക്കരെ ചെല്ലുവിൻ, ഞാൻ കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് വരുവാനെന്ന് പറഞ്ഞു. ദൈവം പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോയി. അവർ പടകിൽ കയറി യാത്ര ആരംഭിച്ചു. കുറച്ച് ദൂരം പടക് ചെന്നു. പടക് യാത്ര ആരംഭിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നാൽ കുറച്ച് ദൂരം ചെന്നപ്പോൾ പടക് ആടുവാൻ തുടങ്ങി. കാറ്റിൻ്റെ ശക്തി വർദ്ധിക്കുവാൻ തുടങ്ങി. പടക് വള്ളത്തിൽ മുങ്ങുന്ന ഒരവസ്ഥ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായി. ആ സമയത്ത് ശിഷ്യന്മാർ ഭയന്ന് നിലവിളിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, നിൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു കഷ്ടത ആരംഭത്തിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചപ്പോൾ, ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ നിനക്ക് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ചെല്ലും തോറും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നിന്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നീ ഇന്ന് ഭയപ്പെടേണ്ട. ഈ വചനം നിനക്ക് വായിച്ചു തീരുമ്പോൾ നിനക്കൊരു കാര്യം മനസ്സിലാവും. ഈ പ്രതികൂലത്തിലും ഈ കഷ്ടതയിലും നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് നിനക്കിന്ന് മനസ്സിലാവും. ഹല്ലേലൂയ. ഇന്ന് ഓർക്കണമേ, ശിഷ്യന്മാർ ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ ശിഷ്യന്മാരുടെ നിലവിളിയുടെ ശബ്ദം കൂടാൻ തുടങ്ങി. ഞാൻ കുറച്ച് താഴോട്ട് വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അതൊരു 4-ാം യാമമായിരുന്നു. 4-ാം യാമമായതുകൊണ്ടാണ് ശിഷ്യന്മാർ ദൂരെ നിന്ന് വന്ന യേശുവിനെ കണ്ട് ഭയപ്പെട്ടതെന്ന് വായിക്കാൻ പറ്റി. വചനം ഇങ്ങനെയാണ്: ദൂരത്ത് നിന്ന് വരുന്ന യേശുവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ വിചാരിച്ചു, ഭൂതം വരുന്നു, പിശാച് വരുന്നു, പ്രേതം വരുന്നു എന്ന് പറഞ്ഞു അവർ നിലവിളിക്കുവാൻ തുടങ്ങി. എന്താണ് ഈ 4-ാം യാമത്തിൻ്റെ ഒരു പ്രത്യേകത? പണ്ട് കാലഘട്ടങ്ങളിൽ ആ കാലഘട്ടങ്ങളിൽ രാത്രി കാലങ്ങളെ 4 യാമങ്ങളായി തിരിച്ചിരിക്കുന്നുവെന്ന് ചരിത്രം പറയുന്നുണ്ട്. ഓരോ യാമത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. അത് നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള നിയമമല്ല. അത് ആ കാലഘട്ടത്തിൽ അന്ന് അവർ കണക്കാക്കപ്പെട്ടത്. അതും അന്ന് ഗലീലയിൽ ആ ഒരു നിയമം ഉണ്ടായിരുന്നില്ല. അത് ഗ്രീക്കിൽ നിന്നും കടമെടുത്തതെന്ന് ചരിത്രം ഇങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, അത് എന്ത് തന്നെ ആയിരുന്നാലും അതൊരു 4-ാം യാമമായിരുന്നു. ആ കാലത്തുള്ള 4 യാമങ്ങളെക്കുറിച്ച് ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. 1-ാം യാമം തുടങ്ങുന്നത് വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെ. അത് 1-ാം യാമമാണ്. ആ യാമത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ യാമം മാനുഷിക യാമമാണ്. മനുഷ്യൻ സഞ്ചരിക്കുകയും തങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യുന്ന സമയമായിട്ട് കണക്കാക്കപ്പെട്ടു. 2-ാം യാമം 9 മണി മുതൽ 12 മണി വരെയാണ്. ആ യാമത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ യാമം മൃഗീയ യാമമായി കണക്കാക്കപ്പെട്ടു. മൃഗങ്ങൾ സഞ്ചരിക്കുകയും മൃഗങ്ങൾ ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ മൃഗങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരു സമയമായിട്ട് 2-ാം യാമത്തിന് കണക്കാക്കപ്പെട്ടു. 3-ാം യാമം 12 മണി മുതൽ 3 മണി വരെയാണ്.
ആ യാമത്തിനെ മൂന്നാം യാമം എന്ന് വിളിച്ചു. ആ യാമത്തിനൊരു പ്രത്യേകത ഉണ്ട്. അത് പൈശാചിക യാമമാണ്. പിശാച് സഞ്ചരിക്കുകയും പ്രേതങ്ങൾ നടക്കുകയെന്നൊക്കെ ജനങ്ങൾ പറയുകയും കാണുകയും ചെയ്യുന്ന ഒരു യാമമായി ജനങ്ങൾ കണക്കാക്കപ്പെട്ടു. നാലാം യാമം 3 മണി മുതൽ 6 മണി വരെയാണ്. ആ നാലാം യാമത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ യാമം ദൂതന്മാർ വരികയും ദൂതന്മാർ ഇറങ്ങിയും സഞ്ചരിക്കുകയും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും അതിനെ ദൈവിക യാമം എന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് 4 യാമങ്ങളെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്നാൽ 3ആം യാമം കഴിഞ്ഞു. 4ആം യാമത്തിലാണ് ദൂരെ നിന്ന് വരുന്ന യേശുവിനെ കണ്ടപ്പോൾ അവർ വിചാരിച്ചു 3ആം യാമത്തിൽ വന്ന് ആമേൻ നടക്കുന്ന പിശാചായിരിക്കാം ആമേൻ നമ്മൾ കാണുന്നു എന്ന് വിചാരിച്ചാണ് അന്ന് അവർ ഭയപ്പെട്ടത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ആമേൻ ദൂരെ നിന്ന് വരുന്ന ആമേൻ യേശുവിനെ കണ്ട് ആമേൻ അവർ ഭയപ്പെട്ടു, നിലവിളിക്കുവാൻ തുടങ്ങി. ആമേൻ തൻ്റെ മുമ്പിൽ കുറച്ചു നേരത്തേക്ക് കടലും കോളളക്കവുമായിരുന്നു അവർ കണ്ട് ഭയപ്പെട്ടത്. എന്നാൽ അത് നിൽക്കുന്ന സമയത്ത് തന്നെ ആമേൻ ദൂരെ നിന്ന് വരുന്ന രൂപം കണ്ട് അവർ ഭയപ്പെടുവാൻ തുടങ്ങി. അവരാദ്യം യാത്ര തിരിച്ചപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. സന്തോഷത്തോടെ ആമേൻ അവർ യാത്ര തിരിച്ചു, 12 പേരും. ആദ്യം യാത്ര തിരിക്കുമ്പോൾ അവർക്ക് പേടിയുണ്ടായിരുന്നെങ്കിൽ യേശു അവരോട് കപ്പൽ കയറ്റിയപ്പോൾ അല്ലെങ്കിൽ വള്ളത്തിൽ കയറ്റിയപ്പോൾ അവർ പറഞ്ഞേനെ ഞങ്ങൾക്ക് ഭയമാകുന്നു, ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞേനെ. പക്ഷേ അവർ യാത്ര തുടങ്ങിയപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ഇന്നെൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, നീ ദൈവത്തിൻ്റെ അടുത്ത് വന്ന സമയത്ത് വിശ്വാസിയായി ആമേൻ വിശ്വസിക്കപ്പെട്ട് നീ ദൈവത്തിൽ വന്നപ്പോൾ നിനക്ക് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. നീ ഹാപ്പി ആയിരുന്നു. ആമേൻ എന്ന് വെച്ചാൽ മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വന്നപ്പോൾ നീ ഹാപ്പി ആയിരുന്നു. നിനക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു കുഴപ്പമില്ലായിരുന്നു. നീ വിചാരിക്കുന്ന എല്ലാം നിനക്ക് നടക്കുന്നുണ്ടായിരുന്നു, ചുറ്റും നിനക്ക് അനുകൂലമായിരുന്നു. എന്നാൽ ഇപ്പോൾ കാലങ്ങൾ കാലങ്ങൾ പോകും തോറും കാറ്റും കോളളക്കവും കണ്ട് ശിഷ്യന്മാർ ഭയപ്പെട്ടതുപോലെ ജീവിതത്തിൽ കുറച്ചു ദൂരം നിങ്ങൾ സഞ്ചരിച്ച് തുടങ്ങിയപ്പോൾ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കണ്ട് നിങ്ങൾ ഭയപ്പെടുകയാണോ? ആമേൻ. എന്നാൽ ഇന്ന് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കണ്ട് ഭയപ്പെടല്ലേ. ഇതൊന്നും നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഇതൊന്നിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഉറപ്പ് പറയുന്നറിയാവോ? നിങ്ങളെ വള്ളത്തിൽ കയറ്റി അയച്ചത് ഒരു മനുഷ്യനല്ല. നിങ്ങളെ വള്ളത്തിൽ കയറ്റി അയച്ചത് ആമേൻ ഒരു ലോകപരമായി ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല. നിങ്ങളെ വള്ളത്തിൽ കയറ്റി അയച്ചത് ആമേൻ സ്വർഗത്തെയും ഭൂമിയും സൃഷ്ടിച്ച എൻ്റെ തമ്പുരാനാണ്. ആമേൻ അവനാണ് നിന്നെ ലോകമാകുന്ന വള്ളത്തിൽ കയറ്റി നിന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ എന്ത് പ്രതികൂലങ്ങൾ വന്നാലും നീ ഭയപ്പെടേണ്ടത്. ഹല്ലേലൂയ. എനിക്കൊരു കാര്യം മനസ്സിലായി. ആമേൻ വള്ളത്തിൽ ശിഷ്യന്മാർ ആദ്യം കയറിയപ്പോൾ അവർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു, ഈ വള്ളത്തിൽ കയറ്റി വിടുന്നത് യേശു ആയതുകൊണ്ട് ആമേൻ ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ലെന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ ആ വിശ്വാസം അധിക നേരം അവരുടെ ജീവിതത്തിൽ നിന്നില്ല. ആമേൻ അവർ യാത്ര പുറപ്പെട്ടു, കുറച്ചു ദൂരം ചെന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വള്ളം കുറച്ചു ദൂരം ചെന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചെറിയ കാറ്റിളക്കങ്ങൾ കണ്ട് ഭയപ്പെട്ടില്ല. എന്നാൽ കാറ്റിളക്കത്തിൻ്റെ ശക്തി കൂടിയപ്പോൾ അവർ ഭയപ്പെടുവാൻ തുടങ്ങി. ആമേൻ നിന്റെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളും കഷ്ടതകളും കണ്ടും നീ ഭയപ്പെടേണ്ട. ആമേൻ ഇതൊന്നുമല്ല, ഇതിൽ കൂടുതൽ നിനക്ക് വരുവാനിരിക്കുന്നു. വിശ്വാസിയാണോ? വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ? നിന്റെ ജീവിതത്തിൽ ചെറിയ പ്രശ്നം കണ്ട് നീ ഭയപ്പെടല്ലേ. ഇതിനെക്കാട്ടും വലിയ പ്രശ്നങ്ങൾ വരുവാൻ പോകുന്നുണ്ട്. അവിടെയെല്ലാം പിടിച്ചു നിൽക്കണമെങ്കിൽ ആമേൻ ഈ ചെറിയ പ്രശ്നങ്ങൾ നീ എതിർത്ത് നിന്നേനാകണം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ തന്നെ എനിക്ക് ഉദാഹരണമാണ്. ആമേൻ എൻ്റെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ, ഞാൻ മാനസാന്തരപ്പെട്ട് വന്നപ്പോൾ ഞാൻ വിചാരിക്കുന്ന എല്ലാ കാര്യവും എനിക്ക് നടക്കുമായിരുന്നില്ല, നടന്നു. എക്സാം പാസ്സായി. എൻ്റെ ജീവിതത്തിൽ 2-3 വർഷം ഞാൻ ജ്ഞാനസ്നാനം എടുത്ത് വന്നു. 2-3 വർഷം ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് എന്തും എനിക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും ക്രിസ്ത്യ ജീവിതം, ചോദിക്കുന്നതെല്ലാം ദൈവം തരും എന്ന് വിചാരിച്ചു. എന്നാൽ ദൈവത്തിന് നിന്നെയും എന്നെയും കൊണ്ടൊരു പദ്ധതിയുണ്ട്, ചുരുക്കിയ പ്ലാനുണ്ട്. ഇന്ന് പകൽക്കാലം നിങ്ങൾക്കൊരു ആശ്വാസമായി അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഈ വചനമായിട്ട് ഞാൻ നിൽക്കുന്നത്, ഞാൻ ചിലപ്പം അന്ന് ഹാപ്പിയായിട്ട് ജീവിച്ചെങ്കിൽ ഇന്നിങ്ങനെ നിൽക്കില്ലായിരുന്നു. കാരണം എൻ്റെ കൂടെ ഉള്ള ആരും ആമേൻ ഇന്ന് ഇങ്ങനത്തെ ഒരു സുവിശേഷം എടുത്തുകൊണ്ട് നിൽക്കുന്നില്ല. ഇന്ന് ഞാൻ മാത്രം നിൽക്കുന്നത് എന്തുകൊണ്ട് ചോദിച്ചാൽ പ്രതികൂലങ്ങളും കഷ്ടതകളും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കൂടിയപ്പോൾ അതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവത്തിനെ അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷേ ആ അന്വേഷണം ഒടുവിൽ ചെന്ന് നിന്നു. ലോകത്തിൻ്റെ സുഖത്തിനും നന്മയ്ക്കും വേണ്ടി നമ്മൾ ഓടേണ്ടവരല്ല. നമുക്ക് വേണ്ടി ഒരു നിത്യത ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ആത്മാവ് വിലയേറപ്പെട്ടതാണെന്നൊരു ബോധ്യം തിരിച്ചു വന്നപ്പോൾ ആമേൻ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ഞാൻ പറഞ്ഞു കഷ്ടതകൾ പ്രതികൂലങ്ങളും എനിക്ക് തന്നതിനായി നന്ദി. നീ ആരെന്നും ആമേൻ നിൻ്റെ മഹത്വം എന്തെന്നും നീ എനിക്ക് വേണ്ടി എന്തൊരുക്കി വെച്ചിരിക്കുന്നെന്നും മനസ്സിലാക്കുവാൻ എനിക്ക് പറ്റി. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, കഷ്ടതകളും പ്രതികൂലം തന്നതുകൊണ്ട് ആമേൻ നിത്യത ഉള്ള കാര്യം ഞാൻ മനസ്സിലാക്കി.
ആമേൻ. ഓക്കെ, നോക്കണമേ. ശിഷ്യന്മാർ ദൂരെ നിന്ന് വരുന്ന യേശുവിനെ കണ്ടു ഭയപ്പെട്ടു. ആമേൻ. യേശു ദൂരത്ത് നിന്നു അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? ഇത് ഞാനാണ്. ആമേൻ. ഇന്ന് നിന്നെ നോക്കി ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത് ഒറ്റ വാക്കിതാണ്: കഷ്ടതയും പ്രതികൂലങ്ങളും വേദനയും കണ്ട് പേടിച്ച് നിൽക്കുന്നവനാണോ? ആമേൻ. മകനാണോ, മകളാണോ? ആമേൻ. അരുമ സഹോദര, സഹോദരി, നിന്നെ കണ്ട് എൻ്റെ യേശു പറയുന്നുണ്ട്, ആമേൻ, ഞാനുള്ളപ്പോൾ നീ എന്തിനാ ഭയപ്പെടുന്നത്? എൻ്റെ യേശു നിന്നോട് ചോദിക്കുകയാണ്, ആമേൻ, എൻ്റെ യേശു ഉള്ളപ്പോൾ നീ എന്തിനാണ് ഭയപ്പെടുന്നത്? ആ വള്ളത്തിൽ കയറ്റി വിട്ടത് യേശു അല്ലേ? ആമേൻ. പറഞ്ഞയച്ചവനെ നല്ലവണ്ണം അറിയാം അക്കരെ നിന്നെ എത്തിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കും പറഞ്ഞയച്ചിട്ട് തൻ്റെ പണിക്ക് പോയെന്ന്. അല്ലേ അല്ല. പറഞ്ഞയച്ചിട്ടും യേശു പ്രാർത്ഥിക്കുവാൻ ചെന്നപ്പോഴും അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു, അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരെ അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രതികൂലം, കഷ്ടത വന്ന് ശിഷ്യന്മാർ നിലവിളിച്ചപ്പോൾ താൻ ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. നോക്കണമേ, ശിഷ്യന്മാർ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടല്ലോ, കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെയായിരുന്നു. കടൽ തീരത്ത് കൂടെ എൻ്റെ യേശു നടന്നു വന്നു. അത് കാണുന്ന സമയത്ത് 12 പേരും നോക്കി നിൽക്കെ ഒരുവൻ മാത്രം ശബ്ദമുയർത്തി പറഞ്ഞു, ആമേൻ, നീ ദൈവമെങ്കിൽ, നീ ഞങ്ങളുടെ പിതാവെങ്കിൽ, നീയാണ് ഞങ്ങളെ കുറച്ചു നേരത്തെ കയറ്റിവിട്ട യേശുവെങ്കിൽ ഞാനും നടക്കട്ടെ ഇതുപോലെ എന്ന് അവൻ ചോദ്യങ്ങൾ ചോദിച്ചു. ഇന്ന് പകൽക്കാലം നീ ദൈവത്തോട് പല ചോദ്യങ്ങളും ചോദിക്കുന്നില്ലേ? എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുന്നത്? എന്താണ്? ഇതെന്ന് തീരും? ഈ പ്രശ്നം എന്ന് തീരും? ഈ കഷ്ടം എന്ത് തീരും? ഞാൻ ഒരു ദിവസം മുമ്പ് ഒരു സിസ്റ്ററിനോട് സംസാരിച്ചു പറഞ്ഞു, ബ്രദർ, ദൈവമില്ല ബ്രദർ. എന്തിന് ബ്രദർ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? ഞാൻ യാത്ര തിരിച്ചപ്പോൾ ആ സിസ്റ്റർ ഒരു യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടു. എന്നാൽ ആ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഞാനൊരു യാത്രയ്ക്ക് പുറപ്പെട്ടു, കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവം എനിക്ക് അനുവദിച്ചില്ലെങ്കിൽ എന്തിനാണ് ആ യാത്ര ദൈവം എന്നെ തുടക്കിയത്? ഞാൻ പകുതിയിൽ വന്നപ്പോൾ ദൈവത്തിന് നിർത്താമായിരുന്നല്ലോ. ഞാൻ ആ ഒരു എൻഡ് സ്റ്റേജിൽ വന്നപ്പോൾ എനിക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നു എന്ന് പറഞ്ഞു ആ സിസ്റ്റർ കരയാനിടയായി മാറി. ഞാൻ പറഞ്ഞു, ദൈവത്തിന് എല്ലാത്തിൻ്റെ പുറകിൽ ഒരു പദ്ധതിയുണ്ട്. ആമേൻ. ഒന്ന് ഓർക്കണമേ, ശിഷ്യന്മാരും ഇതുപോലെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. മര്യാദയ്ക്ക് അക്കരെ നിന്നാൽ പോരായിരുന്നു, ഇക്കരെ വരണ്ടായിരുന്നു, വന്നതുകൊണ്ടല്ലേ ഈ പ്രതികൂലങ്ങൾ. എന്നാൽ അവരിൽ കൂടെ ദൈവത്തിൻ്റെ വലുപ്പവും ദൈവത്തിൻ്റെ മഹത്വവും വെളിപ്പെടുത്തുവാൻ വേണ്ടി അവരുടെ ജീവിതത്തിൽ വന്ന കഷ്ടതയായിട്ട് ഞാൻ കാണുന്നു. ഇന്ന് പകൽക്കാലം ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടതയും പ്രതികൂലങ്ങളും ദൈവം ആരെന്ന് നിന്നിൽ കൂടെ ലോകം അറിയുവാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. ഇന്ന് ഓർക്കണമേ, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത, പ്രതികൂലങ്ങൾ വരികയാണെങ്കിൽ ഒരിക്കലും ഇത് നിങ്ങളെ തകർത്ത് കളയില്ല. തീർച്ച. ഓർക്കണമേ, ശിഷ്യന്മാർ പേടിച്ചു, ഭയപ്പെട്ടു. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾ കൂടെ ഉണ്ട്. നോക്കണമേ, ആ 12 പേരിൽ ഒരുവനായ പത്രോസ് മാത്രം പറഞ്ഞു, ഞാൻ നടക്കട്ടെ എന്ന്. യേശു അവന് അനുവാദം കൊടുത്തു. പ്രതികൂലത്തിന് നേരിൽ ഇറങ്ങിച്ചെല്ലുവാൻ അവൻ ധൈര്യം കാണിച്ചു. എനിക്കിഷ്ടപ്പെട്ടു. കാറ്റും തിരമാലകളും ഓളമിട്ട് വരുന്നു. കാറ്റ് ശക്തമായിട്ട് ആഞ്ഞടിക്കുന്നുണ്ട്. എന്നാൽ അവൻ യേശുവിൻ്റെ മുഖം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. യേശുവിൻ്റെ മുഖം നോക്കി നിന്നപ്പോൾ അവൻ ചുറ്റുമുള്ളതൊന്നും അവൻ മൈൻഡ് ചെയ്തില്ല. ഇന്ന് പൽക്കാലം യേശുവിൻ്റെ മുഖം നോക്കിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ചുറ്റുമുള്ളതിനെ കണ്ട് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവൻ യേശുവിൻ്റെ മുഖം കണ്ട് അവൻ ഇറങ്ങി. അവൻ വെള്ളത്തിൽ ഒരു കാലെടുത്ത് വെച്ചു, രണ്ടാമതും കാല് വെച്ച് അവൻ യേശുവിൻ്റെ മുഖം നോക്കി നടക്കുവാൻ തുടങ്ങി. ഒരു നിമിഷം അവൻ യേശുവിൻ്റെ മുഖത്ത് നിന്നും ആ നോട്ടം വെള്ളത്തിലോട്ട്, പ്രതികൂലത്തിൻ്റെ നേരെ നോക്കി. അതവൻ താണുപോയത്. ചുമ്മാ അവൻ താണുപോയില്ല. യേശുവിൻ്റെ മുഖം നോക്കി അവൻ പോയിരുന്നെങ്കിൽ യേശു നിൽക്കുന്ന അടുത്തുവരെ അവൻ ചെന്നേനെ. യേശുവിൻ്റെ അടുത്തവൻ ചെന്ന് യേശുവിനെ ആലിംഗനം ചെയ്തേനെ. ചെയ്യാൻ പറ്റാത്തതെന്ത്? ഇറങ്ങുമ്പോൾ നിന്നപ്പോൾ യേശുവിനെ നോക്കി, വള്ളത്തിൽ നിന്നപ്പോൾ യേശുവിനെ നോക്കി, വെള്ളത്തിൽ നിന്ന് ഒരു കാലെടുത്ത് വെച്ചപ്പോൾ യേശുവിനെ നോക്കി, നടക്കുവാൻ തുടങ്ങിയപ്പോൾ യേശുവിനെ നോക്കി. എന്നാൽ 2-3 സ്റ്റെപ്പ് എടുത്ത് വെച്ചപ്പോൾ അവൻ വെള്ളത്തിലോട്ട് നോക്കി, പ്രതികൂലത്തിലോട്ട് നോക്കി, ലോകത്തിലോട്ട് നോക്കി. ഇന്ന് പലപ്പോഴും നീ വീണുപോയത് എന്തുകൊണ്ടെന്നറിയാവോ? നിന്റെ നോട്ടം ലോകത്തിന് മേൽ നോക്കിയത് കൊണ്ടാണ്. കഷ്ടതകൾ, പ്രതികൂലങ്ങൾ വന്നപ്പോൾ നീ നോക്കിയത് ലോകത്തിന് മേൽ നോക്കിയത് കൊണ്ടാണ് ഈ കഷ്ടതയിൽ നിന്ന് നിനക്ക് എണീക്കാൻ പറ്റാത്തത്. ഇന്ന് ആ കഷ്ടതയും പ്രതികൂലത്തിനെ നോക്കി പറ, ഈ കഷ്ടതയും പ്രതികൂലം ദൈവം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ കഷ്ടതയിൽ നിന്നും പ്രതികൂലത്തിനും ദൈവം എന്നെ താങ്ങി എന്നെ നിർത്തുമെന്നൊരു വിശ്വാസം ഇന്ന് പകൽക്കാലം നിനക്കും എനിക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കഷ്ടത നിന്നെ നശിപ്പിക്കില്ല. നോക്കണമേ, ആ കഷ്ടതയിലും അവൻ വെള്ളത്തിലോട്ട് താണു പോകാൻ തുടങ്ങിയപ്പോൾ യേശു വേഗം കൈകൊടുത്തവനെ താങ്ങി, അവനെ പിടിച്ചെടുത്തു.
ആമേൻ ഈ കഷ്ടതയിൽ നീ താണുപോയാലും താങ്ങുന്ന ഒരു കരമായി ആമേൻ സ്വർഗത്തിൽ നിന്ന് എൻ്റെ യേശു ഇറങ്ങി വരും. ആമേൻ ഈ ബൈബിൾ ആമേൻ നിങ്ങൾ ഇതിന് തൊട്ട് മേളിലോട്ട് വായിക്കുമ്പോൾ ദൈവം 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിച്ചതായിട്ട് കാണുന്നു. വലിയൊരു അത്ഭുതം കണ്ടിട്ട് വന്ന ശിഷ്യന്മാരാണ് പ്രതികൂലത്തിൻ്റെ നടുവിൽ വീണുപോയത്. നമ്മുടെ പിന്നോക്ക ജീവിതം നോക്കുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ ദൈവം നമുക്ക് ചെയ്തിട്ടില്ലേ, ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടില്ലേ? പിന്നെ എന്തിനാണ് നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണുമ്പോൾ ഭയപ്പെടുന്നത്, വേദനിക്കുന്നത്? ഞാനും പല സ്ഥലങ്ങളിലും ഭയപ്പെട്ടിട്ടുണ്ട്, ചോദ്യചിഹ്നമായി നിന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോടിപ്പം പറയുന്നതിന് കുറച്ച് നേരത്തെ മുമ്പ് ചില കാര്യങ്ങൾ കേൾക്കുവാനിടയായി മാറി. അതൊക്കെ എന്നെ ഭയപ്പെടുത്തി. പക്ഷെ ആ സമയത്തൊക്കെ വചനം ബലപ്പെടുന്നത് ഇങ്ങനെയാണ്. ആമേൻ, എന്തിനു നീ ഭയപ്പെടുന്നത്? എന്തിനാണ് നീ ലോകത്തിനെ നോക്കുന്നത്? ആമേൻ, ഇത് വായിച്ചപ്പോൾ അത്രമാത്രം ഒരു സന്തോഷവും ഒരു ബലവും എനിക്ക് കിട്ടി. ആമേൻ, ഇന്ന് ഭയത്തോടെ ജീവിക്കുന്ന ജനമേ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഭയത്തോടെ ഇരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കാതെ, ഇത് നടക്കില്ല, ഇത് ഞാൻ നശിച്ചു പോകും, ഇന്ന് എനിക്ക് എണീറ്റ് വരുവാൻ പറ്റില്ല എന്ന് പേടിച്ച് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ, എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. താങ്ങുന്ന ഒരു കരം സ്വർഗത്തിലുണ്ടെന്ന് നീ മറക്കരുത്. അവൻ സ്വർഗത്തിൽ നിന്നുകൊണ്ട് സകല ഭൂവാസികളെയും നോക്കുന്നുണ്ട്. അതുകൊണ്ട് നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഇന്ന് നീ ഭയപ്പെടേണ്ടെന്ന് അത് ദൈവസന്നിധിയിൽ കൊടുത്താൽ മാത്രം മതി. ഓർക്കണമേ, പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും തൻ്റെ നടുവിൽ വന്നപ്പോൾ അവൻ ഭയപ്പെട്ടില്ല. അവൻ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി. ദൈവം അവനെ താങ്ങിയെടുത്തതായി വചനം കാണുന്നു. കുറച്ചു നേരം അവൻ കടലിൽ നോക്കി, ശരിയാണ്, താണുപോയപ്പോൾ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് അവൻ കരം പൊക്കി ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം അവനെ താങ്ങിയെടുത്തു. ഇന്ന് പകൽക്കാലം പ്രതികൂലത്തിൻ്റെയും കഷ്ട നടുവിൽ നീ ദൈവത്തിൻ്റെ മുഖം നോക്കി വിളിക്കുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും താങ്ങുന്ന ഒരു കരം സ്വർഗത്തിൽ നിന്ന് നിനക്ക് ഇറങ്ങി വരും. നോക്കണമേ, ഇന്ന് വള്ളത്തിൽ കയറ്റി അയച്ചത് പിതാവായിരുന്നു. എൻ്റെ യേശുവാണ് അവരെ വള്ളത്തിൽ കയറ്റി അയച്ചത്. ഇന്ന് ലോകമാകുന്ന വള്ളത്തിൽ നിന്നെയും എന്നെയും അയച്ചത് എൻ്റെ യേശുവാണ്. സംശയമുണ്ടോ? വചനം ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെയും എന്നെയും പേർ ചൊല്ലി വിളിച്ചവനാണ് എൻ്റെ ദൈവം. എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കുന്ന ഒരു യാത്രയാണ്, അല്ലേ? നമ്മൾ കൂടിപ്പോയി 60-70 കൊല്ലം ജീവിക്കുന്നു, അല്ലേ? നമ്മളൊരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്ര തീരപ്പോൾ നമ്മൾ നാട്ടുകാരെന്ത് ചെയ്യും? നമ്മളെല്ലാവരെയും വാരിക്കെട്ടി എവിടെയെങ്കിലും കുഴിയിലിട്ടും മൂടും. ചിലവരെ മൂടും, ചിലവരെ കത്തിക്കും. അങ്ങനെ പല സംഭവങ്ങളും പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അല്ല, മരിച്ചു കഴിഞ്ഞാൽ അതേ ചെയ്യുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നോക്കണം, നമ്മളിപ്പോഴും യാത്ര ചെയ്യുകയാണ്. ഇതുപോലെ തന്നെ ശിഷ്യന്മാർ വള്ളത്തിൽ യാത്ര ചെയ്തു. നമ്മളിന്ന് ലോകമാകുന്ന വള്ളത്തിൽ യാത്ര ചെയ്യാം. ഇന്ന് നിങ്ങൾ പറയും, ആരംഭത്തിൽ വന്നപ്പോൾ എനിക്കെല്ലാം കിട്ടുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല. ഇതൊരു ശോധന കാലമാണെങ്കിലും ഇതിൽ കൂടെ ദൈവത്തിൻ്റെ വലിപ്പം ലോകം അറിയാൻ വേണ്ടിയാണ് നിൻ്റെ ജീവിതത്തിൽ ഒരു കഷ്ടത വരുന്നത്. വിശ്വാസിയാണോ? വിളിച്ച് വേർതിരിക്കപ്പെട്ട വ്യക്തിയാണോ? നിൻ്റെ ജീവിതത്തിൽ ഒരു കഷ്ടത വരണമെങ്കിൽ ഈ കഷ്ടത നിന്നെ നശിപ്പിക്കില്ലെന്നേ, അതിലൊരു ഉറച്ചിരിക്കുക. ഇവിടെ ദൈവം നിന്നെ വിശ്വാസി എന്ന് വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. വിശ്വാസി എന്ന് വിളിക്കണമെങ്കിൽ നിനക്ക് ആ വിശ്വാസം ഉണ്ടായിരിക്കണം. ഞാൻ എല്ലാവരെയും കാണുമ്പോൾ ചോദിക്കാറുണ്ട്, ആർ യു ബിലീവർ? നിങ്ങളൊരു വിശ്വാസിയാണോ? ഞാൻ പുറമേ രൂപം കണ്ടിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ ദൈവം പുറമേ രൂപം കണ്ടിട്ടല്ല ഒരാളിനെ വിശ്വാസി എന്ന് വിളിക്കുന്നത്, അവൻ്റെ പ്രവൃത്തി കണ്ടിട്ട്. നോക്കേ, ദൈവത്തിൻ്റെ ശിഷ്യനാണ്. വിശ്വാസമുള്ളവൻ വിശ്വാസിയാണെന്ന് ദൈവത്തിന് അറിയാം. പക്ഷെ അവൻ്റെ പ്രവൃത്തിയിൽ അവനെ പരാജയപ്പെട്ടപ്പോൾ അവനെ അവിശ്വാസി എന്ന് വിളിക്കുന്നു. എന്ന് വെച്ചാൽ വിശ്വാസം കുറഞ്ഞവൻ, വിശ്വാസമില്ലാത്തവൻ. ഇന്ന് പകൽക്കാലം നിന്നെയും എന്നെ നോക്കി ദൈവം അങ്ങനെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ വലിയ കഷ്ടം വന്നാൽ അറിയാം നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസിയാണോ അല്ലെങ്കിൽ വിശ്വാസം കുറഞ്ഞവരാണോ എന്ന്. എന്നാൽ നമ്മൾ നശിക്കുന്ന രീതിയിലുള്ള ശോധനയൊന്നും നമുക്ക് ദൈവം തരില്ല. താങ്ങാൻ പറ്റുന്ന കഷ്ടതയെ തരുള്ളൂ. കാരണം കഷ്ടത എന്തുകൊണ്ട് തരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ദൈവിക പദ്ധതിയുണ്ട്, ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. ഓരോരുത്തർക്കും കഷ്ടം തരുന്നത് പാപം ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല, കഷ്ടതയ്ക്ക് പല പല അർത്ഥങ്ങളുണ്ട്. ഞാൻ ഒരു ദിവസം കഷ്ടതയെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു കഷ്ടത വേദന തരികയാണെങ്കിൽ നമ്മൾ പാപത്തിൽ നിന്ന് തിരിച്ചു വരുവാൻ കഷ്ടത വരും. ചില നന്മകൾ കിട്ടുവാൻ കഷ്ടത വരും. ദൈവം ആരെന്ന് ലോകം അറിയുവാൻ ജീവിതത്തിൽ കഷ്ടത വരും. അങ്ങനെ കഷ്ടതയ്ക്ക് പല ഉദ്ദേശങ്ങളുണ്ട്. നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരില്ല. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടത തന്നു കഴിഞ്ഞാൽ ഒന്ന് മാത്രം ചിന്തിക്കുക, അതിൻ്റെ പുറകിൽ എന്തോ ഒരു സ്വർഗീയ പദ്ധതി നടക്കുവാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ശബ്ദം കേൾക്കുന്നവരെ കഷ്ടത പ്രതികൂലം വന്നാൽ ഭയപ്പെടേണ്ട. താങ്ങുന്ന ഒരു കരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് നീ വിശ്വസിക്കുക. ഞാൻ ഭയപ്പെട്ട സ്ഥലങ്ങളുണ്ട്, വിഷമിച്ച് നിന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ അവിടെയെല്ലാം താങ്ങുന്ന ഒരു കരമായി എൻ്റെ മുമ്പിൽ ഇറങ്ങി വന്ന്
യേശു ഉള്ളത് കൊണ്ട് ഞാൻ ഉറപ്പിച്ച് വിശ്വാസത്തോടെ നിങ്ങളോട് പറയുന്നുണ്ട്, എന്ത് തന്നെ പ്രശ്നം വന്നാലും ധൈര്യമായിരിക്കുക. ആമേൻ. അവൻ നിങ്ങളെ താങ്ങി നിർത്തും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കും. ദൈവമേ, അങ്ങനെ കരങ്ങൾ ഈ വചനം തരുന്നപ്പ എനിക്ക് പ്രയോജനപ്പെട്ട പോലെ സകലർക്കും പ്രയോജനപ്പെട്ടതാണിപ്പ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കട്ടെ. വിശ്വാസിയെ എന്ന് പേര് വിളിക്കപ്പെട്ടവരായി മാറുവാൻ ഇടവരുത്തട്ടെ. പ്രാർത്ഥനയുടെ പിതാവേ, ആമേൻ.